ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു. ഇന്നല്ല, 2 ദിവസമായിപ്പോൾ അത് കഴിഞ്ഞിട്ട്. ആ ഒരു സങ്കടം നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള സങ്കടകരമായ വാർത്ത എന്താണെന്നറിയുമോ? ഞങ്ങളുടെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന 14 വയസ്സായ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ, അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന 17 വയസ്സായ +2-ലാണ് പഠിക്കുന്നത് ആ കുട്ടി ദാരുണമായി ഈ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ വളരെ ഞെട്ടലോട് കൂടിയാണ് ഈ വാർത്ത കേൾക്കാൻ പറ്റിയത്. അത്രക്കൊരു സങ്കടമാണ് തോന്നിയത് ഈ വാർത്ത കേട്ടപ്പോൾ. പല നാടുകളിലും ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കൊലപാതകം കേൾക്കുന്നത്. ഈ കുട്ടികൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണ് കേൾക്കാൻ പറ്റിയത്. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഹരിജൻ കുടുംബത്തിൽപ്പെട്ട കുട്ടികളായിരുന്നു ഇവർ. ഈ ഒരു പെൺകുട്ടിക്ക് ഇവനോടല്ലാതെ മറ്റാരോടോ പ്രണയമുണ്ട് എന്ന സംശയമാണല്ലോ ഈ ഒരു കുട്ടിയെ കൊല്ലാനുള്ള കാരണമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നു രാവിലെ സ്കൂളിലേക്ക് മാറ്റിപ്പോകുന്നത് പോലെ വീട്ടിൽ നിന്നിറങ്ങി. പക്ഷേ അവൾ പോയത് സ്കൂളിലേക്കല്ല. അന്ന് അവൻ്റെ കൂടെ അവൻ വിളിച്ചിട്ടാണ് അവൾ പോയത്. സ്കൂൾ വിടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട്, ആ ടൈമിന് തൊട്ട് മുമ്പായിട്ട് അവൾ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ വരിക, ഞാൻ കൂട്ടുകാരികളോടൊപ്പം പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ആയിട്ടും വീട്ടിലേക്ക് എത്താത്തത് കണ്ടപ്പോൾ ആ മൊബൈൽ വിളിച്ചപ്പോൾ ആ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിട്ടാണ് അവർക്ക് അറിയാൻ പറ്റിയത്. അങ്ങനെ വളരെ രാത്രിയായിട്ടും ഈ കുട്ടിയെ കാണാതായപ്പോൾ അവർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം ഇവരോട് പോലീസ്, ആരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, കുറച്ച് മുമ്പ് ഈ ഒരു ചെറുക്കനുമായിട്ട് അവൾക്ക് ഇങ്ങനൊരു ബന്ധമുള്ളത് ഇവർക്കൊരു സംശയമുണ്ടായിരുന്നു. അപ്പോൾ അവർ പോലീസിനോട് ഇങ്ങനൊരു സംശയമുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയെ പോയി ചോദ്യം ചെയ്തപ്പോൾ ആദ്യമൊന്നും അവൻ ഒന്നും പറഞ്ഞില്ല. പിന്നെയും ചോദ്യം ചെയ്തപ്പോൾ അവൻ തന്നെയാണ് സമ്മതിച്ചത് അവളെ കൊന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ദൂരമുള്ള ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ വെച്ചിട്ടാണല്ലോ ഈ കുട്ടിയെ അവർ കൊന്നത്. കൈ രണ്ടും ബാക്കിലേക്ക് പിടിച്ച് കെട്ടിയ നിലയിലാണ് കുട്ടിയുടെ ശവം കാണാൻ പറ്റിയത്. ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ട്, ശരീരത്തിൽ നിറയെ മുറികളും ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഈ വാർത്തയൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടമായിട്ടാണ് തോന്നിയത്. ആ ഒരു കുട്ടിയുടെ മരണം അങ്ങനെ സംഭവിക്കാനായിരിക്കും അള്ളാഹു വിധിച്ചിട്ടുണ്ടാവുക, അല്ലാതെ എന്താ പറയുക. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ഒരു 14 വയസ്സായ ഈ ഒരു കുട്ടിയെ കൊണ്ടുപോയി കൊല്ലാനുള്ള ധൈര്യവും മനക്കട്ടിയും ഈ ഒരു 17 വയസ്സുകാരനെ എവിടെ നിന്നാണ് കിട്ടിയത്? ഈ മകളെ കാണാതായത് മുതൽ ഈ മാതാപിതാക്കളുടെ ഉള്ളിലുള്ള ഒരു ബേജാറും പേടി എത്രത്തോളം ഉണ്ടായിരിക്കും അല്ലേ? നമുക്ക് നമ്മുടെ കുട്ടികളെ കുറച്ചേരം ഒന്ന് സ്കൂളിൽ ഇങ്ങനെ കാണാതായാൽ തന്നെ നമുക്ക് പിന്നെ പേടിയായി. കുറച്ചേരം കഴിഞ്ഞാൽ നമ്മളെ കുട്ടി എവിടെയാണാവോ, പിന്നെ വിളിക്കൽ തുടങ്ങി. ബസ്സിനെ വരുന്നേച്ചാൽ ആ ബസ്സിൻ്റെ ഡ്രൈവർക്ക് വിളിക്കും, എന്താ വൈകിയത് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് വിളിച്ച് വരും ചോദിക്കും. അങ്ങനെ ഒരു പേടിയാണ് നമുക്ക്. അപ്പോൾ ഈ ഒരു മാതാപിതാക്കൾ ഈ രാത്രി ഫുള്ള് ഈ കുട്ടിയെ കാണാതായപ്പോൾ എത്രത്തോളം മാനസികമായിട്ടുള്ള പേടിയിലും ബേജാറിലായിട്ടുണ്ടാവും അന്ന് ആ രാത്രി അവർ കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവുക. പിന്നെ ഇവർക്ക് ഈ ഒരു കുട്ടിയെ കിട്ടിയതോ, ഇത്രയും കാത്തിരുന്നിട്ട് ഈ കുട്ടിയെ കിട്ടിയത് ദാരുണമായി മരണപ്പെട്ട നിലയിലാണ്. അവരെങ്ങനെ ഈ സങ്കടം സഹിക്കുന്നുണ്ടാവും? ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ഞങ്ങളുടെ വീടിനടുത്തുണ്ട്. ആ ഡോക്ടർ ഇന്ന് പറഞ്ഞു, ആ മരിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, ട്രിപ്പിട്ട് കിടക്കുകയായിരുന്നു. വളരെ ദയനീയമാണ് അവരുടെ അവസ്ഥ, വളരെ പാവപ്പെട്ട കുടുംബങ്ങളാണ് അവർ എന്നൊക്കെ പറഞ്ഞു. മറ്റൊരു വിധത്തിലുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും ഈ ഒരു 17 വയസ്സുകാരൻ്റെ മാതാപിതാക്കളോട്. എത്രയൊക്കെ പറഞ്ഞാലും എത്ര മോശമായാലും അവനാൻ്റെ മക്കൾ തന്നെയല്ലേ. അവരിങ്ങനെയൊന്ന് ചെയ്യുമ്പോൾ, ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സിൻ്റെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടാവും? മക്കൾ എത്ര തെറ്റ് ചെയ്താലും എത്ര ക്രൂരന്മാരായാലും മാതാപിതാക്കൾക്ക് അവർ എന്നും മക്കൾ തന്നെയായിരിക്കും. അവരും ഉണ്ടാവും സങ്കടങ്ങൾ അനുഭവിക്കുന്നത്. ആ ഒരു 17കാരൻ്റെ മാതാപിതാക്കളും വളരെ വേദനയോടെ ആയിരിക്കും ഇപ്പോൾ കഴിയുന്നത്. സത്യത്തിൽ നമ്മുടെ മക്കൾ ഇങ്ങനെ ഒരു ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രണയത്തിൽപ്പെടുന്നത്, അതിൽ മാതാപിതാക്കൾക്ക് വല്ല പങ്കുമുണ്ടോ? അതിൻ്റെ കാരണക്കാരൻ മാതാപിതാക്കളാണോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മാതാപിതാക്കളെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലേ. ചിലപ്പോൾ നമ്മൾ എത്ര ലാളിച്ച് വളർത്തിയാലും, എത്ര ഫ്രണ്ട്ലി ആയിങ്ങാണ്ട് അവരുടെ കൂടെ നിന്നാലും ചില മക്കൾ നമ്മളറിയാതെ തന്നെ ഇങ്ങനെ വഴിതെറ്റി പോകുന്ന മക്കളുണ്ട്. ചില മാതാപിതാക്കൾ എത്ര ശ്രമിച്ചിട്ടും അതിൽ നിരപരാധികളാവാം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് നമ്മളോട് എന്തും പറയാനുള്ളൊരു ഫ്രീഡം നമ്മൾ കൊടുക്കണം. ചെറുപ്പം മുതലേ ഒരു ദേഷ്യപ്പെടുന്ന മാതാപിതാക്കളാകരുത് നമ്മൾ. അവർക്ക് നമ്മളോട് എന്തും തുറന്നു പറയാനുള്ള ഒരു മനസ്സ് കുട്ടികൾക്കുണ്ടാവണം.
ഒരു പേടിയുള്ള മാതാപിതാക്കളായി മാറരുത്. നമ്മൾ ഏത് നേരവും ബിസിയുള്ള തിരക്കുള്ള മാതാപിതാക്കളായിട്ട് മാറരുത്. അവർക്ക് വേണ്ടി അല്പസമയങ്ങളൊക്കെ കണ്ടെത്തണം. അവരുമായി ചിരികളികളിൽ ഏർപ്പെടണം. ഇനി 2 പേർക്കും പറ്റിയില്ലെങ്കിൽ അതിൽ ഉമ്മയെങ്കിലും ഈ നമ്മുടെ കുട്ടികളുമായിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയി തീരണം. അവർക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ വന്ന് പറയാൻ പറ്റിയ ഒരു വ്യക്തി നമ്മളാണ് എന്ന് അവർക്ക് തോന്നിപ്പോകണം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്നറിയാം, അവർ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. പിന്നെ അവരെന്ത് പറഞ്ഞാലും നമ്മൾ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടേണ്ട കാര്യമാണ്, നമുക്ക് പറ്റാത്ത കാര്യമാണ് അവർ പറയുന്നത് എങ്കിലും നമ്മൾ ദേഷ്യപ്പെടരുത്. അത് ഫുള്ളായിട്ട് നമുക്ക് കേൾക്കാനുള്ളൊരു മനസ്സ് വേണം. ചിലപ്പോൾ മക്കൾ വന്ന് പറയുന്നത് നമുക്ക് ദേഷ്യമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. നമുക്കുള്ളിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യം ഉണ്ടാവും, എന്നാലും നമ്മളത് പുറത്തേക്ക് കാണിക്കരുത്. പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് ദേഷ്യപ്പെട്ടാൽ അവരത് ഫുള്ള് പറയില്ല. നമ്മളത് ചിരിച്ച് തമാശയോട് കൂടി അത് ഫുള്ള് അവരുടെ അത് കേൾക്കുക. നമ്മുടെ മക്കൾ വന്ന് പറയുന്നത് നല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ അവർക്കപ്പോൾ തന്നെ അതിൻ്റെ പ്രോത്സാഹനങ്ങൾ, അത് നല്ല കാര്യമാണ് നീ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ മക്കളൊക്കെ എന്നോട് എല്ലാ കാര്യങ്ങളും അങ്ങനെ വന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ പറയുമ്പോൾ ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ അവരോട് പറയും, അങ്ങനെ തന്നെയാണ് കേട്ടോ വേണ്ടത്, അതൊരു നല്ല കാര്യമായിട്ടോ, നീ ചെയ്ത് നല്ലൊരു കാര്യം തന്നെ ആയിപ്പോയി, നീ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പ്രോത്സാഹിപ്പിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യപ്പെടുന്ന ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അവർ വന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ അവർ സ്കൂളൊക്കെ വിട്ടുവന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെ ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അവരോടിങ്ങനെ എല്ലാ കാര്യത്തിൻ്റെ ഇടയിൽ ആ കാര്യം ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഞാൻ അവരോട് പറയും, അപ്പോൾ ആ പറഞ്ഞ ആ ഒരു സംഭവം അത് ശരിയല്ലല്ലേ, അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതിലത്തെ ആ തെറ്റുകളൊക്കെ ഞാനൊന്ന് തിരുത്തി കൊടുക്കും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അങ്ങനെ നമ്മൾ എന്ത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മക്കൾ വന്ന് പറയുമ്പോൾ അത് സാവധാനം നമ്മൾ അപ്പോൾ തന്നെ ദേഷ്യപ്പെടരുത്. അത് സാവധാനം അവർക്ക് നമ്മൾ അതിൻ്റെ തെറ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്കൊന്ന് തിരുത്തി കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. ഒരു ചെറുപ്പത്തിലെ ഹസ്ബൻഡ് മരിച്ച് 2 കുട്ടികളുമായിട്ട് ജീവിക്കുന്നൊരു കൂട്ടുകാരിയാണ്. അങ്ങനെ 2 ആൺമക്കളാണ്. അങ്ങനെ ആ 2 ആൺമക്കളും പഠിക്കുന്ന കുട്ടികളാണ്. എല്ലാ വിവരങ്ങളും ഉമ്മാനോട് വന്ന് പറയും. അങ്ങനെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടില്ല, അങ്ങനെ വളർത്തുന്ന മക്കളാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും ഉമ്മാനോട് വന്ന് പറയും. അങ്ങനെ ഒരു ദിവസം ഇവൻ ഉമ്മാൻ്റെ അടുത്തേക്ക് സ്കൂൾ വിട്ടിട്ട് നല്ല കോളേജ് വിട്ടിട്ട് വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എനിക്കിങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. അപ്പോൾ ഉമ്മയോട് പറഞ്ഞു, സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രായത്തിൽ തോന്നി തുടങ്ങുന്ന കാര്യം തന്നെയാണല്ലോ, ഇനിയിപ്പോൾ എന്താ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിച്ചു. അറിയാതെ എവിടെയുള്ള കുട്ടിയാണ്, എങ്ങനെയുണ്ട് കുട്ടി, ഭംഗിയുണ്ടോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, വീട് എവിടെയെന്നൊക്കെ എല്ലാം ചോദിച്ചറിഞ്ഞു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ. എന്നിട്ട് അവളുടെ ഫുൾ ഡീറ്റെയിൽസ് അവൻ ഉമ്മാനോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഉമ്മ ചോദിച്ചു, അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടോ ചോദിച്ചു. അപ്പോൾ മോന് പറഞ്ഞു, അത് എനിക്കറിയില്ല ഉമ്മ, ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. ആദ്യം ഞാനിത് ഉമ്മാനോടൊന്ന് വന്ന് പറയട്ടെ എന്ന് വിചാരിച്ച് ആദ്യം ഞാൻ ഉമ്മാനോടാണ് പറയണത് പറഞ്ഞു. അപ്പോൾ മോനോട് ഉമ്മ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ മോനെ ഫ്രഷൊക്കെ ആയി വന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ ആ മോനോട് ഉമ്മ പറഞ്ഞു, മോനെ, എല്ലാം സംസാരിച്ച് ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് പറഞ്ഞത് കേട്ടോ, മോനെ, ഉമ്മ ഇത്ര കാലം ഉപ്പയില്ലാതെയാണ് നിങ്ങളെ വളർത്തിയത്. എൻ്റെ ഒരു നല്ല പ്രായത്തിലാണ് നിങ്ങളുടെ ഉപ്പ എന്നെ വിട്ട് പിരിഞ്ഞു പോയത്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് വേറൊരു കല്യാണം കഴിക്കാമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതുവരെ വേറൊരു കല്യാണം കഴിക്കാതെ നിന്നത്. എൻ്റെ മോൻ എന്നോട് പറഞ്ഞില്ല ഒരു പെൺകുട്ടിയോട് മോനിഷ്ടം തോന്നി എന്നുള്ളത്. മോൻ പറഞ്ഞതിലൊരു തെറ്റില്ല. ഈ ഒരു പ്രായത്തിൽ ഏതൊരു ആൺകുട്ടിക്കും പെൺകുട്ടികൾക്കും തോന്നാവുന്ന ഒരു തോന്നലേ എൻ്റെ കുട്ടിക്കും തോന്നിയിട്ടുള്ളൂ. എൻ്റെ കുട്ടി അത് എന്നോട് വന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, എൻ്റെ മോന് നല്ലൊരു കുട്ടി ആയതുകൊണ്ടല്ല എന്നോട് ഇത് വന്ന് പറഞ്ഞത്. മോനിപ്പോൾ നല്ല പോലെ പഠിക്ക്, ഇത് നല്ലൊരു ജോലിയൊക്കെ സമ്പാദിക്ക്, എന്നിട്ട് നോക്കിയാൽ പോലെ നമുക്ക് അവളെ എന്ന് തമാശയിൽ പറഞ്ഞു. അങ്ങനെ ആ കുട്ടിക്ക് വളരെ സ്നേഹത്തോടു കൂടി ആ ഉമ്മ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഉമ്മ പറഞ്ഞ തമാശയിൽ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, നീ ആ കുട്ടീനെ സ്നേഹിച്ചോ, ഉമ്മയും തന്നെ കുറേ കാലം അതിലൊറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കണേ, ഞാനും ആരെങ്കിലുമൊക്കെ ഒന്ന് സ്നേഹിച്ചാലോ ചോദിച്ചു. എൻ്റെ കുട്ടിക്ക് കാര്യം മനസ്സിലായി. ആ കുട്ടി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ നമ്മളും ഇങ്ങനെയാവണം നമ്മളുടെ മക്കളോട്. അവർക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു അവകാശം അവർക്ക് നമ്മളിൽ ഉണ്ടാവണം. ഒരു ഉപ്പാക്ക് ചിലപ്പോൾ ഇത് കഴിഞ്ഞോളണം എന്നില്ല, പക്ഷേ ഉമ്മയായ നമ്മളെ കൊണ്ട് ഇത് പറ്റും. ഈ ഒരു സംഭവം നടന്നിട്ട് ഞാൻ എൻ്റെ മോനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ചോദിച്ചു, എൻ്റെ മോനെ അറിഞ്ഞില്ലേ ഇങ്ങനെ ഒരു സംഭവം നടന്നത് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു, അമ്മ സത്യത്തിൽ എന്താ ഉണ്ടായതും എനിക്കൊന്ന് ശരിക്കും വിശദീകരിച്ച് പറഞ്ഞു തരികയായിരുന്നു. ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ദോഷഫലങ്ങളെല്ലാം മോന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആ മരിച്ച കുട്ടികൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ എന്നോട് ചോദിക്കുകയാണ്, ചെറിയ മോനാണ്, സ്നേഹിക്കുന്നവരാരെങ്കിലും തമ്മിൽ കൊല്ലുമോ ഉമ്മ എന്ന്. അവനോട് എന്ത് മറുപടിയാണ് എനിക്ക് പറയാമെന്നറിയില്ലായിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ചീത്ത വശങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും എന്തുണ്ടെങ്കിലും ഉമ്മാനോട് വന്ന് പറയണം. നിൻ്റെ പ്രവൃത്തിയിലെ തെറ്റും ശരിയും തിരുത്തി തരാൻ ഉമ്മാനെ കൊണ്ട് കഴിയും.
അതുകൊണ്ടൊരു പേടിയുമില്ലാതെ എൻ്റെ മോൻ എന്താണോ തോന്നുന്നത് അതെല്ലാം എന്നോട് വന്നിട്ട് പറയണം. എൻ്റെ മോൻ ഇങ്ങനത്തെ ചീത്ത പ്രവൃത്തിയിലൊന്നും പെടരുത് എന്ന് മോന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നമ്മളിൽ നിന്നും സ്നേഹവും പരിചരണവും നമ്മുടെ കാവലും കിട്ടാതെ നമ്മുടെ മക്കൾ മറ്റുള്ളവരിലേക്ക് അത് തേടിപ്പോകേണ്ട ഒരവസ്ഥ നമ്മൾ വരുത്തി വെക്കരുത്. മറ്റുള്ളവർ നമുക്ക് തരുന്ന സ്നേഹപ്രകടനവും പരിചരണവുമെല്ലാം വെറും കാപഢ്യമാണെന്ന് നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. യഥാർത്ഥ സ്നേഹപ്രകടനവും പരിചരണവും തരുന്നത് നമ്മുടെ മാതാപിതാക്കളാണെന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമ്മൾ മാതാപിതാക്കൾ ശ്രമിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ മക്കൾ ആദ്യം തന്നെ വഴിതെറ്റി പോവുകയില്ല. ചെറുപ്പം മുതൽക്കേ നമ്മുടെ മക്കളിൽ ചെയ്യാൻ പാടില്ലാത്ത ചെറിയ ചെറിയ തെറ്റുകൾ കാണുമ്പോൾ അത് നമ്മൾ തിരുത്തി കൊടുക്കണം. മക്കൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ചെറുപ്പം മുതലേ നമ്മൾ നമ്മുടെ മക്കളുടെ തെറ്റുകൾ കാണുമ്പോൾ അത് തിരുത്തി കൊടുത്ത് അവർ വലുതാവുകയാണെങ്കിൽ വലുതായി കഴിയുമ്പോൾ ശരിയേത് തെറ്റേത്, ചെയ്യാൻ പാടുള്ളതേത് പാടില്ലാത്തതേതെന്ന് അവർക്ക് മറ്റാരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തന്നെ അത് സ്വയം മനസ്സിലാവുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ 14 വയസ്സുകാരിയായ കുട്ടിയുടെ സംഭവം പറയുമ്പോൾ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. 2 ദിവസമായി ആ കുട്ടി മരണപ്പെട്ടിട്ട്. എത്രത്തോളം ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ആ മാതാപിതാക്കൾ സഹിക്കുന്നുണ്ടാവും. അല്ലാഹുവേ, ഇങ്ങനെയുള്ള ദാരുണമായ മരണത്തിൽ നിന്നെല്ലാം ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണേ റബ്ബേ. ചീത്ത പ്രവൃത്തിയിലും കൂട്ടുകെട്ടിലും ഞങ്ങളുടെ മക്കളെ നീ പെടുത്തലേ റബ്ബേ. തെറ്റായ കാര്യങ്ങൾ എന്താണെന്ന് കണ്ട് അവർക്ക് അതിൽ നിന്നും വഴിതിരിഞ്ഞു പോരാനുള്ള ഒരു മനസ്സ് നീ അവർക്ക് കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇത്തരം ചീത്ത പ്രവൃത്തികളിലോ കൂട്ടുകെട്ടിലോ ഞങ്ങളുടെ മക്കളെ നീ പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ച് ലാളിച്ച് പ്രതീക്ഷയോടുകൂടി വളർത്തിയുണ്ടാക്കുന്ന മക്കളാണ്. അവരുടെ മേൽ നിൻ്റെ ഒരു കാവലും സംരക്ഷണവും ഉണ്ടാവണേ നാഥാ. നമ്മളുടെ മക്കളുടെ തലയിൽ കൈവച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കണം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ ഹാമാത്തി വമിൻ കുല്ലി ഐനിൻ ലാമ്മ. നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എത്ര തിരക്കാണെങ്കിലും അവർ പോകുന്നതൊന്ന് നോക്കി നിൽക്കുക. അവർ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാൻ പറയുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അലീം എന്ന് നമ്മൾ ഉറക്കിയൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ അത് ചൊല്ലും. അപ്പോൾ പടച്ചവൻ്റെ കാവൽ അവർക്കുണ്ടാവും. എൻ്റെ മോൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ബസ് വരുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. അപ്പോൾ സലാമൊക്കെ പറഞ്ഞ് അവൻ ഇറങ്ങും. ഞാൻ നോക്കി നിൽക്കുന്നുണ്ടാവും. ഞാനിങ്ങനെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ചൊല്ലിയ മോനെ ചോദിക്കും. അപ്പോൾ ചൊല്ലിയെന്ന് പറയും. അങ്ങനെ ഇറങ്ങി സലാം പറഞ്ഞിറങ്ങി ബസ്സിൻ്റെ അടുക്ക് എത്തോളം ഇടയ്ക്കിടയ്ക്ക് ഇന്നങ്ങനെ തിരിഞ്ഞ് നോക്കും. അവനിങ്ങനെ കാണണം എന്നെ ബസ് വരുവോളം. ബസ് വന്നങ്ങാണ്ട് അതിൽ കയറി പോവുകയോളം അവന് ഞാൻ ആ സിറ്റൗട്ടിൽ നിന്നാൽ കാണാം. അവിടെ അങ്ങനെ നിൽക്കും ഞാൻ. അപ്പോൾ അവന് പോവുകയോളം കാണണ്ട. പോകാൻ ബസ്സിൽ കയറാൻ നേരത്തുമ്മ ബസ് വരുന്നുണ്ട് അറിയും. അവന് റോട്ടിലല്ല നിൽക്കുന്നത്. അപ്പോൾ അവന് കാണുമല്ലോ ബസ് വരുന്നുണ്ട്. അപ്പോഴൊരു സലാം കൂടി എന്നോട് പറഞ്ഞിട്ടുള്ളൂ എന്നോട് പോകുക. ഉമ്മ ബസ് വരുന്നുണ്ട് കേട്ടോ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ബസ്സൊക്കെ കയറി കണ്ടാണ് പോലെ കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ചെറിയ മോള് പോകുമ്പോഴും ഞാൻ അവൾ പോകുമ്പോൾ അവൾക്കും തന്നെ എന്നെ ഇങ്ങനെ കാണണം. ഞാൻ അവൾ പോകുമ്പോൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ഒന്ന് താഴെ ഇറങ്ങി നിൽക്കും. അപ്പോൾ ഞാൻ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കൊടുക്കും. അതവൾ ചെല്ലും. എന്നിട്ട് സലാം പറഞ്ഞങ്ങാണ്ട് വണ്ടി കയറി പോകുമ്പോൾ കണ്ണ് മറയോളം എനിക്കിങ്ങനെ ടാറ്റ തന്നിട്ടാണ് പോവുക. അതങ്ങനെ ശീലമായി അവർക്ക്. ഇല്ലെങ്കിൽ കുറച്ച് നേരം എന്തെങ്കിലും ഒന്നും അതില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇടങ്ങാറാണ്. എനിക്കും തന്നെ അവർ പോകുമ്പോൾ നോക്കി നിന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു സങ്കടമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ അങ്ങനെ നോക്കി നിൽക്കും. അതിനി എൻ്റെ വലിയ മക്കൾ പോവുകയാണെങ്കിലും ഞാൻ അങ്ങനെയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും അവർ പോകുന്നതൊന്ന് നോക്കി നിൽക്കും. ഞാൻ അവരെത്ര വലിയ കുട്ടികളായാലും ഈ പോകുമ്പോൾ ഈ ചൊല്ലണ ഈ പ്രാർത്ഥന ഉണ്ടല്ലോ അത് ഞാനൊന്ന് ഉറക്കെ ചൊല്ലും. എന്നിട്ട് അവരോട് ചൊല്ലിയോ ചോദിക്കും. അതങ്ങനെ ഒരു ശീലമായി പോയി എനിക്ക്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൂടെ നടക്കുമ്പോൾ നമുക്ക് പേടിയാണ് നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനും പുറത്തേക്ക് പറഞ്ഞയക്കാനൊക്കെ. പക്ഷേ നമ്മുടെ മക്കളെ നമുക്ക് വീട്ടിനുള്ളിലിട്ട് വളർത്താൻ പറ്റില്ലല്ലോ. അവരുടെ പഠിത്തത്തിൻ്റെയും വളർച്ചയുടെയും ആവശ്യത്തിന് വേണ്ടി അവർക്ക് പുറത്തേക്ക് ഇറങ്ങിയേ പറ്റൂ. സമൂഹത്തിനിടയിലൂടെയൊക്കെ നടന്ന് അവരെല്ലാം പഠിച്ചുണ്ടാക്കി വളരേണ്ട മക്കളാണ്. നമുക്കൊരിക്കലും അവരെ വീടിനുള്ളിൽ പൂട്ടിയിടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ മക്കളുടെ നല്ല നന്മയ്ക്ക് വേണ്ടി, നല്ല വളർച്ചയ്ക്ക് വേണ്ടി, അവർ ഒരു കൂട്ടുകെട്ടിലും ചീത്ത പ്രവൃത്തിയിലും പെടാതെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ 5 നേരം അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഇന്നിപ്പോൾ 17 വയസ്സുകാരായ ആ കുട്ടിയെ പറ്റിയും 14 വയസ്സായ മരിച്ച ആ പെൺകുട്ടിയെ പറ്റിയും പല കമൻറ്റുകളുമാണ് പറയുന്നത്. അവൻ ലഹരിക്കടിമയായിരുന്നു എന്നും അവൾ എന്തിനാണ് അവൻ വിളിച്ചപ്പോൾ പോയത് എന്നും അങ്ങനെ പല കമൻറ്റുകളുമാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ എത്ര അച്ചടക്കത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ചിട്ടയോടു കൂടിയും വളർത്തിയിട്ടും കാര്യമുണ്ടാവില്ല. ഈ സമൂഹത്തിൽ ഇപ്പോൾ അങ്ങനെ പലതുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളെ എന്തായാലും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള മുസീബത്തിലും ശൈത്താൻ്റെ പ്രവൃത്തിയിലൊന്നും അല്ലാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാതലേ
محمد